ഹായ്, നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ എത്ര മണിക്കാണ് ഉറങ്ങാറുള്ളത്? ചില മാതാപിതാക്കൾ അഭിമാനത്തോടു കൂടി പറയാറുണ്ട്, എൻ്റെ കുട്ടി രാത്രി 12 മണി വരെ ഞങ്ങൾക്കൊപ്പം ഇരുന്ന് കളിച്ചിട്ടാണ് ഉറങ്ങുക എന്ന്. ചിലർ ചിന്തിക്കും, ഈ കുട്ടി വൈകി കിടന്നാലും രാവിലെ 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ടല്ലോ എന്ന്. പിന്നെ എന്താ പ്രശ്നമെന്ന്. നിങ്ങൾക്കറിയാമോ, ഉറക്കത്തിൻ്റെ നീളം മാത്രമല്ല, അതിൻ്റെ ഗുണമേന്മയും ഉറങ്ങുന്ന സമയവുമാണ് ഏറ്റവും പ്രധാനം. ഞാൻ സയ്യിദ് മുഹമ്മദ് ബഷീർ, ദുബായിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. കുട്ടികളുടെ ഉറക്കവും അവരുടെ ബുദ്ധിവികാസവും ശരീര വളർച്ചയും തമ്മിലുള്ള അത്ഭുതകരമായ ശാസ്ത്രീയ ബന്ധങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഉറക്കം എന്ന് പറയുന്നത് ശരീരത്തിനുള്ള വെറും ഒരു റീചാർജ് മോഡല്ല. പകരം കുട്ടികളുടെ തലച്ചോറും ശരീരവും പൂർണ്ണമായും പുനർജീവനം നേടുന്ന സമയമാണത്. ഉറക്കത്തിന് പ്രധാനമായും 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് REM, റാപ്പിഡ് ഐ മൂവ്മെൻറ്റും. അടുത്തത് നോൺ REM. കുട്ടികൾ സ്വപ്നം കാണുന്നത് ഈ REM ഉറക്കത്തിലാണ്. ഭാവനാശേഷി, ഓർമ്മശക്തി, വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം വളരുന്നത് ഈ സമയത്താണ്. അടുത്തതാണ് നോൺ REM ഉറക്കം അഥവാ ഗാഢനിദ്ര. ഈ സമയത്ത് ശരീരം പൂർണ്ണമായും ശാന്തമായിരിക്കും. ഈ സമയത്താണ് കുട്ടികളുടെ ശരീര വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഗ്രോത്ത് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഉറക്കത്തിലെ യഥാർത്ഥ ഹീറോയാണ് ഈ ഗ്രോത്ത് ഹോർമോണുകൾ. ഈ ഹോർമോൺ കുട്ടികളുടെ ശരീരത്തിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്നത് രാത്രി 10 മുതൽ പുലർച്ചെ 2 മണിക്കും ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ഏർലി ടു ബെഡ് എന്നുള്ളത് ഒരു ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. ശരീരത്തിലെ മസിലുകൾ, അസ്ഥികൾ, കോശങ്ങൾ എന്നിവ പുനർനിർമ്മിക്കുന്നത് ഈ ഹോർമോണാണ്. ഒരു കുട്ടി രാത്രി വൈകി ടിവിയോ മൊബൈൽ ഗെയിമോ കളിച്ച് 12 മണി വരെയാണ് ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം വലിയ തോതിൽ കുറയും. അതിൻ്റെ ഫലമായി രാവിലെ അവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, പ്രതിരോധശേഷി കുറയും, പഠനത്തിൽ ഒട്ടും ശ്രദ്ധിക്കാൻ കഴിയണമെന്നുമില്ല. ഇനി ബുദ്ധിയുമായി ഇതിനുള്ള ബന്ധം നോക്കാം. പകൽ മുഴുവൻ കുട്ടി ഓടിക്കളിച്ചും പഠിച്ചും തലച്ചോറിലേക്ക് കൊടുക്കുന്ന വിവരങ്ങളെ കൃത്യമായി കാറ്റഗറൈസ് ചെയ്യുകയും ഓർമ്മയിലേക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നത് ഈ ഉറക്കത്തിലാണ്. നല്ല ഉറക്കം കിട്ടുന്ന കുട്ടികൾക്ക് മെമ്മറി, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ഭാഷാശേഷി എന്നിവ വളരെ മികച്ചതായിരിക്കും. ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞങ്ങളുടെ ഫീൽഡിൽ കുട്ടികളുടെ ഉറക്കം ശരിയാക്കി എടുക്കുക എന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട തെറാപ്യൂട്ടിക് സ്ട്രാറ്റജിയാണ്. ഓട്ടിസം, അതുപോലെ ADHD ഒക്കെയുള്ള കുട്ടികളിൽ ഉറക്കം കൃത്യമാകുമ്പോൾ തന്നെ അവരുടെ ലേണിംഗ് ഔട്ട്കംസ് വലിയ രീതിയിൽ മെച്ചപ്പെടാറുണ്ട്. അങ്ങനെയെങ്കിൽ കുട്ടികളെ നേരത്തെ ഉറക്കാൻ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ലളിതമായ ഈ 4 കാര്യങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാമോ? 1. സ്ലീപ്പ് റൂട്ടീൻ. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ കുട്ടിയെ ഉറക്കാനും എഴുന്നേൽപ്പിക്കാനും പരമാവധി ശ്രമിക്കുക. രണ്ടാമതായി സ്ക്രീൻ ഫ്രീ സോണുകൾ. ഉറങ്ങുന്നതിന് കുറഞ്ഞത് 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ, TV എന്നിവ ഒഴിവാക്കുക. സ്ക്രീനിൽ നിന്നുള്ള വെളിച്ചം ഉറക്കത്തെ അകറ്റാൻ സാധ്യതയുണ്ട്. മൂന്നാമതായി ശാന്തമായ അന്തരീക്ഷം. ഉറങ്ങുന്ന മുറിയിൽ വെളിച്ചം കുറക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് ശാന്തമായ പാട്ടുകൾ കേൾപ്പിക്കുകയോ കഥകൾ വായിച്ചു കൊടുക്കുകയോ ചെയ്യാം. എനിക്കൊക്കെ ഉമ്മയും ഉപ്പയും കളിക്കുടുക്കയും ഒരിടത്തൊരു രാജാവിൻ്റെ കഥയുമായിരുന്നു സ്ഥിരമായി പറഞ്ഞു തന്നിരുന്നത്. കഥ മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉറങ്ങുന്നത് കൊണ്ട് വെറും 5 കഥകൾ കൊണ്ട് തന്നെ അവരെന്നെ ഉറക്കിയിരുന്നു. ഇതുപോലെ ഈണത്തിലും ഇണക്കത്തിലും കഥ പറഞ്ഞോ പാട്ടുപാടിയോ കുട്ടികളെ ഉറക്കാവുന്നതാണ്. നാലാമതായി ഭക്ഷണ സമയം. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വയർ നിറയെ ഭാരം കൂടിയ കട്ടിയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അപൂർവമായി ചില ദിവസങ്ങളിൽ കുട്ടി വൈകി ഉറങ്ങുന്നത് സാധാരണയാണ്. എന്നാൽ അത് കുഴപ്പമില്ല. അതൊരു ശീലമായി മാറിയാൽ അത് ബുദ്ധിവികാസത്തെയും ശരീര വളർച്ചയും വലിയ തോതിൽ ബാധിക്കും. കുട്ടികളുടെ തലച്ചോറിനെ വളർത്തുന്ന, അവരുടെ പഠനത്തെയും വളർച്ചയെയും സഹായിക്കുന്ന ഒരു സൈലന്റ് ടീച്ചർ കൂടിയാണ് ഉറക്കം. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ കുട്ടികളുടെ ഉറക്കത്തിന് നമ്മൾ 1-ാം സ്ഥാനം നൽകുക. കാരണം ഒരു നല്ല ഉറക്കം എന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും, സന്തോഷവാനായ കുട്ടിയുടെയും അടിസ്ഥാന ആവശ്യവും അവരുടെ അവകാശവും കൂടിയാണ്. നിങ്ങളുടെ കുട്ടികൾ സാധാരണ എത്ര മണിക്കാണ് ഉറങ്ങാൻ കിടക്കാറുള്ളത്? അവരെ ഉറക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? താഴെ കമൻറ്റ് ചെയ്യാമോ? ഈ അറിവ് മറ്റു മാതാപിതാക്കൾക്കും എത്താൻ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.